ചാൾസ് വ്ലോഗ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം 7ാം ക്ലാസ് പറശ്ശിനിക്കടവിലെ ക്യാമ്പിനെ കുറിച്ചൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ പറശ്ശിനിക്കടവ് ക്യാമ്പ് ആലക്കോട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കൃത്യമായും കൂടെ പഠിച്ചവർക്കും അല്ലെങ്കിൽ ആലക്കോടുകാർക്കും മാത്രം താല്പര്യം വരുന്ന രീതിയിലാണ് നമ്മുടെ കഥപ്പറച്ചിൽ പോകുന്നതെന്നറിയാം. വലിയ യാത്രകൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ യാത്രകൾ, UAE, ഒമാൻ, ഇറാൻ, സൗദി, ഇത്രയും രാജ്യങ്ങളിലെ യാത്രകൾ കൂടി വരുന്നുണ്ട്. അത് ഘട്ടം ഘട്ടമായി പറഞ്ഞു പോയാലേ അതിനൊരു സുഖം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് പിന്നെ ആദ്യകാലത്തെ ഓർമ്മകളൊക്കെ നയവർക്കാമല്ലോ കൂട്ടുകാരൊക്കെ കാണുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മൾ സ്കൂൾ കഥകൾ തുടരുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആ വർഷത്തെ ക്യാമ്പ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെയായിരുന്നു, ആലക്കോട് NSS ഹൈസ്കൂൾ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, ഇത് ആലക്കോടുകാർക്കൊക്കെ അറിയാവുന്നതാണെങ്കിലും മറ്റുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആലക്കോട് ഹൈസ്കൂളിൽ ഞാൻ 3ാം ക്ലാസ്സിൽ ചേർന്നു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. ഞാൻ 6ലോ 7ലോ പഠിക്കുമ്പോൾ, വർഷം എനിക്ക് ഓർമ്മയില്ല, ഈ സ്കൂള് ആലക്കോട് തമ്പുരാൻ എന്നറിയപ്പെടുന്ന PR രാമവർമ്മ രാജ എന്ന ആലക്കോട് തമ്പുരാൻ സ്ഥാപിച്ച സ്കൂളായിരുന്നു. ആലക്കോട് തമ്പുരാൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം പൂഞ്ഞാർ രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു. പിന്നെ ആലക്കോട്ടേക്ക് വന്നതാണ്. അദ്ദേഹമാണ് ഈ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാക്കിയെടുത്തത് തന്നെ. കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും സ്കൂളുകളും എല്ലാം പണിത് എല്ലാം കൊണ്ട് ഞങ്ങളുടെ ഒരു തമ്പുരാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്കൂളായിരുന്നപ്പോൾ ആലക്കോട് ഹൈസ്കൂൾ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 3ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ ഞാൻ ആലക്കോട് ഹൈസ്കൂളിൽ ചേർന്നു എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ 6ലോ 7ലോ പഠിക്കുമ്പോൾ ഇത് NSSന് കൈമാറുകയുണ്ടായി. അപ്പോൾ മുതൽ ആലക്കോട് NSS ഹൈസ്കൂൾ എന്നാണ് ഈ സ്കൂൾ അറിയപ്പെടുന്നത്. ഇപ്പോഴും ആലക്കോട് അതുണ്ട്, വളരെ പ്രസിദ്ധമായ സ്കൂളാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 7000 കുട്ടികൾ സ്കൂളിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ടായിരുന്നു എനിക്ക് ഈ 3ലൊക്കെ വന്ന് ചേർന്നപ്പോഴത്തെ അങ്കലാപ്പം. ഞങ്ങളുടെ തമിഴ്നാട് സ്കൂൾ എന്നൊക്കെ പറയുന്നത് എത്ര കുട്ടികളുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ലെങ്കിലും വളരെ ചെറിയൊരു സംഖ്യ ഉണ്ടാകാൻ വഴിയുള്ളൂ. ഇത് ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. ഒരു 7-8 മണിക്ക് മുതൽ 10 കിലോമീറ്റർ ദൂരെ നിന്നൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു എന്ന് പോകുന്നത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ആ വർഷം, അതായത് ഞാൻ 8ലെത്തിയ വർഷം, ആലക്കോട് NSS ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. ആ വർഷങ്ങളിൽ നമുക്ക് ഗാന്ധി ജയന്തി ദിനം മുതൽ ഏകദേശം 10 ദിവസമാണോ 8 ദിവസമാണോ സേവനവാരം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തലേ വർഷങ്ങളിൽ ഞാനതിൽ പങ്കെടുത്തു. ഈ കൊല്ലത്തെ ക്യാമ്പ്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ക്യാമ്പ് ആലക്കോടായിരുന്നു. അത് കൃത്യം ഈ സമയത്ത് തന്നെയായിരുന്നു, ആലക്കോട് തന്നെയായിരുന്നു. സേവനവാരത്തിൽ പങ്കെടുക്കാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. സേവനവാരത്തിൽ പങ്കെടുക്കുന്നതും ഒരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനായിട്ട് ഞവരി വലിക്കുക, മണ്ണിളക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. എങ്കിലും അതൊരു പണിയാണല്ലോ. ഇത് സ്കൗട്ട് ക്യാമ്പ് ആയതുകൊണ്ട് ഞങ്ങൾ സുഖസുന്ദരമായിട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ആലക്കോട് തന്നെ ഉണ്ടായിരുന്നു. 5-6 ദിവസം ആലക്കോട് സ്കൂളിൽ താമസിച്ച്, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ താമസിച്ചായിരുന്നു ആ വർഷത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത്. അതൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും സാധാരണ നമ്മുടെ പഠനവും പിന്നെ സ്കൗട്ട് ക്യാമ്പുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളിലായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിലെ കഥകൾ ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡ് 9ലെ കഥകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം.